സോ ഡേ 20 ബിഗ് ബോസ് സീസൺ 7 മലയാളം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ശനിയും ഞായറും ലാലേട്ടൻ്റെ എപ്പിസോഡാണ്. സോ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനും സോ ലാലേട്ടൻ വന്ന് നേരെ കഴിഞ്ഞ വീക്കിലെ ഒരു റീക്യാപ്പ് ആയിരുന്നു കാണിച്ചത്. അതായത് മെയിൻ അവിടെ ലാസ്റ്റ് 5 ഡേയ്സിൽ എന്തൊക്കെ നടന്നു അത് ആദ്യം ഒന്ന് റീക്യാപ്പ് കാണിച്ചു. പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. ലൈക്ക് ഹൗസ് മേറ്റ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഡിസ്കഷനിൽ തന്നെ വന്നത് ഹൈജീൻ ഇഷ്യൂ ആയിരുന്നു. കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു 20 ദിവസം വീട് കാണുന്നുണ്ട് എല്ലാവരും, എപ്പിസോഡിലായാലും ലൈവിലായി കഴിഞ്ഞാലും. സോ വി നോ എത്രമാത്രം ഈ ഒരു സീസണിൽ ഹൈജീൻ ഇഷ്യൂ, ഭയങ്കര ഹൈജീൻ കുറവുണ്ട് ഇത്തവണത്തെ ഒരു സീസണിൽ കമ്പാരിറ്റീവ്ലി ടു ലാസ്റ്റ് ഫ്യൂ സീസൺസ്. സോ അതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു. കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാലും, വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ, ബാത്റൂമിന്റെ ക്യാപ്റ്റൻ, ഫ്ലോർ ക്യാപ്റ്റൻ, ഇവരോടത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ റീസൺസ് അവരവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അവർ നൽകുന്നുണ്ട്. സോ എന്നിട്ട് ലാലേട്ടൻ ചെന്ന് പറയുന്നതായിരുന്നു ലൈക്ക് ഔട്ട് ഓഫ് 5 എത്ര മാർക്ക് കൊടുക്കണം. സോ ഫ്യൂ പീപ്പിൾ ഗേവ് 3.5. അഭിലാഷ് ഗേവ് 3.5. സോ ലാലേട്ടൻ ഡിസൈഡഡ് ടു ഗീവ് 3.5. അതൊരു കുഴപ്പമില്ലാത്ത മാർക്കാണ്. അത് കഴിഞ്ഞിട്ട് സ്പൈക്കുട്ടനായിട്ട് ലാലേട്ടൻ്റെ എൻട്രി ടു ബിഗ് ബോസ് വീട്ടിലോട്ട്. അതിന് മുന്നേ തന്നെ ലാലേട്ടൻ എല്ലാ കോണ്ടസ്റ്റൻസിനും എന്താണ് ഗാർഡൻ ഏരിയയിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് എല്ലാ സ്ഥലത്തും ഇൻസ്പെക്ഷൻ, കിച്ചൺ, റൂം, അവിടെ എല്ലാ സ്ഥലത്തും ലാലേട്ടൻ പോയി ഒബ്സർവ് ചെയ്തു. ഫൈനലി എന്നിട്ട് ആ ഒരു ട്രീൻ്റെ സൈഡിൽ നിന്ന് മറ്റേ ബാഡ്ജ് ഉണ്ടല്ലോ ആര്യൻ ബിക്കോസ് ഓഫ് ഹിസ് ഇറസ്പോൺസിബിൾ ഗായായ കാരണം അത് പിന്നെ നഷ്ടപ്പെട്ടു. എന്നിട്ട് നെവിൻ അത് അടിച്ചു മാറ്റിയിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് ലാലേട്ടൻ പോയി എടുത്തു. ആ ബാഡ്ജ് ഇനി ആര്യന് കൊടുക്കില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ആക്ച്വലി അത് കുറച്ച് ഇറസ്പോൺസിബിൾ ആണ് ആര്യൻ. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നെവിനെ ഓരോ സാധനങ്ങൾ ആര്യൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നത്. സോ ഒരുപാട് 3.5 ഔട്ട് ഓഫ് 5 ഈസ് ഓക്കെ ബട്ട് സ്റ്റിൽ എന്താണ് സിവിക് സെൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് സ്വന്തം ബെഡ്, സ്വന്തം പ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മടക്കിക്കാനും അത് ക്ലീൻ ചെയ്യാനുള്ളൊരു സ്വന്തമായിട്ടുള്ള ഒരു ബുദ്ധി, അത് ഇവിടെ ഈ ഒരു ഹൗസിൽ ഒരു കുറവെന്നാണ് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചത്. അത് വേണം, നല്ലതാണ്, നല്ലൊരു പേഴ്സണാലിറ്റി പെർസ്പെക്റ്റീവിൽ നിന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് വേറൊരു കേസ് കൂടി ഉണ്ടായിരുന്നു. കിച്ചൺ നൈഫ് എടുത്തിട്ട് ഒരാൾ ബിയേർഡ് ഇരുന്ന് സെറ്റ് ചെയ്യുന്നു. വാട്ട് ആൻ എക്സ്ട്രീംലി അൺഹൈജീനിക്കൽ. എന്നിട്ട് അത് ഫുഡ് കട്ട് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്നോ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ലാലേട്ടൻ നൽകില്ല. കാരണം അതൊരു യക്കിഷ് ഫീൽ ആവുന്നത് കൊണ്ടായിരിക്കും. ആര്യൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, വളരെ സെൽഫിഷ്, പിന്നെ എന്താ പറയുക, ഒരു വളരെ എന്താണ് പേഴ്സണാലിറ്റി മാസ്ക് ചെയ്തിട്ട് മാസ്ഡ് പേഴ്സണാലിറ്റി. പിന്നെ ഇപ്പൊ കണ്ടില്ലേ, ഒരു ബിഹേവിയർ, ഒരു മാനറിസം ഇല്ലാത്ത ഒരാളെ പോലെയാണ് ആര്യൻ ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അക്ബറിനെ വിളിച്ച് ചോദിച്ചു, അക്ബർ എന്തിനാണ് ഇത്ര അഗ്രസീവായി ചൂടാവുന്നത്, തെറി വിളിക്കുന്നത്, പിന്നെ പിലോ വലിച്ചെറിഞ്ഞത് അനീഷിനെ, അതിനെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചു. അക്ബറിന് ഒരു വാർണിംഗ് തന്നെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചു. അക്ബർ സ്പോക്ക് വിത്ത് ഹിസ് മോം. കരയുന്നുണ്ടായിരുന്നു അക്ബർ. ചിരിച്ച് കളിച്ച് വീട്ടിലിരിക്കുന്ന ആളാണെന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്ന് ചൂടാവുന്നത്? ബട്ട് ഒരാൾ വീട്ടിലുള്ളത് മാത്രമല്ലല്ലോ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാൻ പോകുന്നത്. അക്ബർ എന്ന ഒരാൾ വീട്ടിൽ ചിലപ്പോൾ ചിരിച്ച് കളിച്ചായിരിക്കും, ബട്ട് പുറത്തും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. സോ ഒരു പേഴ്സണാലിറ്റി ഒരു വീട്ടിനുള്ളിൽ വെച്ചിട്ട് മാത്രമായിട്ട് അളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട് സർക്കിളിൽ എങ്ങനെയാണ്, പുറത്ത് എങ്ങനെയാണ്, അതൊക്കെ വെച്ചിട്ട് വേണം ഒരാളെ പേഴ്സണാലിറ്റി അളക്കണമെങ്കിൽ. സോ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ആ കരച്ചിലും സെന്റിമെന്റ്സ്, ഇമോഷൻസ് ഒക്കെ ഡിഡിൻ ലാസ്റ്റ് ഫോർ ലോങ്. പിന്നെ ചിരി വന്നു. സംടൈംസ് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഡ്രമാറ്റിക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് ചുമ്മാ എടുത്തിട്ട് കാണിക്കുകയാണ്, എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഒരു ഹാപ്പിനെസ്സിലോട്ട് മാറും. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഐ ഡോണ്ട് നോ. എല്ലാവർക്കും വാണിംഗ് കൊടുത്തു. പല അബിയുടെ തെറി വിളിച്ചത്, പിന്നെ റെന ഉന്തിയതിനെ കുറിച്ചിട്ട്, ആര്യൻ സ്ലിപ്പർ വലിച്ചെറിഞ്ഞതിനെ കുറിച്ചിട്ട്, ആര്യൻ്റെ നിലപാടില്ലായ്മനെ കുറിച്ചിട്ട് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒനീൽ തെറി വിളിച്ചത്, അങ്ങനെ എല്ലാവരുടെ അടുത്തും വാർണിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പബ്ലിക് കൊമൻസ്, പബ്ലിക്കിൻ്റെ ഒരു
ജനറിക് ഒപ്പീനിയൻ അബൌട്ട് ദ ഷോ കഴിഞ്ഞ ഒരു 2-3 ഡേയ്സിനെ കുറിച്ചിട്ട്. പബ്ലിക്കിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഓരോ എന്താ പറയുക, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. പക്ഷെ അതിൽ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നോക്കും. ബട്ട് സംടൈംസ് നമ്മൾ കൺട്രോൾ ആവും, കയ്യിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് അഗ്രസീവ് ആവും, കുറച്ച് തെറി വരും. ഈ തെറി എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഒരു ഇതിൽ ഈ കേരളത്തിൽ തന്നെ തെറി വിളിക്കാത്ത ആൾക്കാരുണ്ടോ കേരളത്തിൽ? എൻ്റെ ഒരു ചോദ്യമാണ്. ഐ ഡോണ്ട് നോ. അതിനർത്ഥം ഞാനത് പ്രൊമോട്ട് ചെയ്യണല്ല, ജസ്റ്റ് ആസ്കിങ്. ഒരു റിയൽ പേഴ്സൺ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു ചെറിയ തെറി എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവും. ഹ്യൂമൻസ് അല്ലേ, മനുഷ്യരല്ലേ. പിന്നെ ഒരുപാട് ഭയങ്കര സങ്കടവും കുറച്ച് നന്മകളും മാത്രമൊക്കെ എന്താണ് വെറും സങ്കടങ്ങളും വലിയ നല്ല നൈസ് മൊമെന്റ്സും മാത്രം ആഗ്രഹിക്കുന്ന ഓഡിയൻസ് ഏഷ്യനെറ്റ്, സൂര്യ, കൈരളി സീരിയൽ മാത്രം കാണാം, ബിഗ് ബോസ് കാണാണ്ടിരിക്കുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ വീക്കിൽ നടന്ന പണിപ്പുറ ടാസ്കിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് എന്താണ് എനിമൽ ടാസ്ക്, ത്യാഗൻ ടാസ്ക്, ഗഡ്സ് ടാസ്ക്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ പറഞ്ഞ ഒരാളും അവരെ ഗെയിമിംഗ് സെൻസ് ഉപയോഗിക്കുന്നില്ല. അത് വളരെ ശരിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറയുന്നുണ്ടായിരുന്നു, നോ വൺ ഈസ് യൂസിങ് ദർ ബ്രെയിൻസ് ഇൻ ഗെയിംസ്. വെറും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി, ഫിസിക്കൽ തിങ്സ് മാത്രം പ്രൂവ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരുപാട് അഗ്രസീവ്നെസ്. ഒരു ടാസ്കിൽ ഗെയിമിംഗ് മെൻറ്റാലിറ്റി എന്ന പെർസ്പെക്റ്റീവിൽ ആരും കളിക്കുന്നില്ല. അത് കഴിഞ്ഞ 2-3 വീഡിയോയിലാണ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ലാലേട്ടൻ ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗഡ്സിന്റെ ഒരു റൗണ്ടിൽ മൊട്ടടിക്കണം എന്നുള്ളതിൽ ആക്ച്വലി അതിലൊരു ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഒരു അടിയുടെ പിന്നാലെ ആ ബോക്സ് അവർ തുറന്നു നോക്കിയിട്ടില്ല. ആ ബോക്സിനുള്ളിൽ ചാർജ് ചെയ്യാത്തൊരു ട്രിമ്മറും വിത്ത് ഒരു നോട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെയൊന്നും ബിഗ് ബോസ് ചെയ്യിക്കില്ല, എന്നിട്ട് ഫ്രീ പോയിന്റ്സ് കൊടുക്കുന്നത്. ബട്ട് അന്ന് തുറക്കാനുള്ളൊരു ഇതൊന്നും മെന്റാലിറ്റി ആർക്കും ഉണ്ടായിരുന്നില്ല. ചുമ്മാ അടി കൂടലും ചെരുപ്പ് വലിച്ചേറിയലും അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാറി അന്ന്. സോ ദേ ലോസ് ദെയർ ഷോപ്പിംഗ് പോയിന്റ്സ്. അത് കഴിഞ്ഞ് ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. നേരെ 9 പേര് എവിക്ഷനിലുണ്ട്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു, ഞാൻ വിചാരിച്ചു ഷോ എൻഡ് കുറച്ചുകൂടെ ഉണ്ടാവുന്നു. ബട്ട് പെട്ടെന്ന് ഷോ എൻഡായി. ലൈക്ക് 1 hour 15 minutes എടുത്തു. എന്നാലും പെട്ടെന്ന് സർപ്രൈസിംഗ്ലി ലാലേട്ടൻ കലാഭവൻ ശാരികനെ കൺഫെഷൻ സ്റ്റോർ റൂമിലോട്ട് വിളിച്ചു. ബട്ട് ദാറ്റ് വാസ് ആൻ എവിക്ഷൻ. അത് കുറച്ച് സർപ്രൈസിങ് ആയി തോന്നി. സോ ഈ ഡേ 20 ദിസ് വീക്ക് കലാഭവൻ ശാരിക ഗോട്ട് എലിമിനേറ്റഡ്. അതോടെ ഇന്നത്തെ എപ്പിസോഡും കഴിഞ്ഞു. ഇനി സൺഡേ, നാളെ ലാലേട്ടൻ പിന്നെ വരും. ഇനി എവിക്ഷൻ ഉണ്ടാവോ നോട്ട് ഷുവർ. ആരെങ്കിലും എവിക്റ്റ് ആവോ? എവിക്ഷൻ, കലാഭവൻ ശാരികയുടെ എവിക്ഷനെ കുറിച്ചിട്ട് എനിക്ക് എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാ പോസിബിൾ. ബട്ട് കലാഭവൻ ശാരികനെക്കാട്ടിയും പോവേണ്ട കുറച്ച് ആളുകൾ, 2-3 ആൾക്കാർ അവിടെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ രേണുസുതി ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടില്ല. ഈ വീട്ടുകാർക്ക് ഈ ഗെയിമിംഗ് സെൻസ് എന്ന് പറഞ്ഞ സാധനം 0 ആണ്. സോ ഐ ഡോണ്ട് നോ ഹൗ ലോങ് രേണുസുതി വിൽ കണ്ടിന്യൂ. എന്താ പറയാ ഒന്നിലൊരു പ്രസൻസ് ഇല്ല, ഈ ടാസ്കിൽ ഒരു കോൺട്രിബ്യൂഷൻസ് ഇല്ല. എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ അവിടെ നിന്ന് പോണെന്ന് രേണുസുതി. 2 ശൈത്യ എവിക്റ്റ് ആവണമായിരുന്നു. കലാഭവൻ ശാരികൊക്കെ അവർ കഴിഞ്ഞിട്ട് എവിക്റ്റ് ആവേണ്ട ആളുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ 2-3 പേരൊക്കെ നിൽക്കുമ്പോൾ കലാഭവൻ ശാരിക ഗോട്ട് എവിക്റ്റഡ്. ദാറ്റ് വാസ് ആ ഒരു എലിമിനേഷൻ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ബട്ട് എലിമിനേറ്റ് ആയത് എനിക്ക് സർപ്രൈസ്ഡ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ്. ഇൻ കമ്മിങ് വീക്സ് ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ബട്ട് ഈ വീക്കിൽ ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് കലാഭവൻ ശാരിക ടു ഗെറ്റ് എവിക്റ്റഡ്. യാ, ദാറ്റ്സ് ഇറ്റ്. സോ പോയി വരാം. സൺഡേ ലാലേട്ടൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ കാണാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.